നമ്മുടെ അരുൺകുമാർ സാറ് വളരെ പ്രതിഭാധനനായ ഒരു പാചകക്കാരനാണ്. എല്ലാത്തരം പാചകങ്ങളും സവിശേഷമായി അദ്ദേഹം ചെയ്യും. ചൈനീസ് വേണമെങ്കിൽ ചെയ്യും, നാടൻ ചെയ്യും, ദം ബിരിയാണി ചെയ്യും, ഒക്കെ ചെയ്യും. ഇപ്പോൾ സംഗതി മാങ്കൂട്ടത്തിന് വേണ്ടി നിലവിളിച്ച് ഒരു പക്ഷിക്കുഞ്ഞ് കരയുന്നത് പോലെ കീ 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 എന്ന ശബ്ദത്തിൽ അതിജീവതയായ സ്ത്രീ മൊഴി കൊടുത്തത് കേട്ട ഒരു മനുഷ്യനാണ്. എന്നാൽ കുഞ്ഞു മുഹമ്മദ് മൊഴി കൊടുത്ത കുഞ്ഞു മുഹമ്മദിൻ്റെ അതിജീവത കാ കാ എന്ന് പറയുന്ന കാറിയ ശബ്ദത്തിലാണ് മൊഴി കൊടുത്തതെന്നും കണ്ടുപിടിച്ചത് സാക്ഷാൽ നമ്മുടെ അരുൺകുമാർ സാറാണ്. അരുൺകുമാർ സാറ് ഇപ്പോൾ പുതിയ ഒരു മഹത്തായ കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. പദവിയിലേക്ക് കോൺഗ്രസിൽ ചരടുവലി. കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനുമാണ് മുഖ്യമന്ത്രി പദവി ലക്ഷ്യമിട്ട് നീക്കങ്ങൾ നടത്തുന്നത്. ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനാണ് നേതാക്കളുടെ ശ്രമം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ കെ.സി. വേണുഗോപാൽ സജീവമായി കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിലാണ് നേതാക്കളുടെ പ്രതീക്ഷ. റോഷിപാലുണ്ട്. റോഷിപാൽ, അടുത്തിടെ ചില ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു സോഷ്യൽ മീഡിയയിലൊക്കെ. കപ്പയും പുഴുക്കും ഒക്കെ ആയിട്ടൊക്കെ ചില നേതാക്കൾ ഇരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമാണ്. ഈ 100 ദിവസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങാൻ വേണ്ടി കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന 3 നേതാക്കളാണ്. ഇവരിൽ ആരെ പിന്തുണയ്ക്കുമെന്നുള്ളതാണ്, പാർട്ടി ആരെ പിന്തുണയ്ക്കുമെന്നുള്ളതാണ് പ്രശ്നം. ഈ പാർട്ടി പിന്തുണച്ചാലും ജനങ്ങൾ കൂടി പിന്തുണച്ചാലേ മുഖ്യമന്ത്രി ആവാൻ പറ്റും. അതിനുള്ള ആത്മവിശ്വാസത്തിലാണ് എന്തായാലും UDF. മുഖ്യമന്ത്രി പദവിയിലേക്ക് നേതാക്കളുടെ ചരടുവലിയും PR പ്രൊമോഷൻസും ഒക്കെ തുടങ്ങിയോ റോഷിപാൽ? പുള്ളിയുടെ നല്ലൊരു കൈക്കാരനാണ് റോഷിപാൽ. ഈ റോഷിപാലിനെ ഉപയോഗിച്ചാണ് പുള്ളി നിലമ്പൂരിൽ M സ്വരാജിനെ ജയിപ്പിച്ചതും പാലക്കാട് സരിനെ ജയിപ്പിച്ചതും പിന്നെ അതുപോലെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ജയിപ്പിച്ചതും പിന്നെ കൊല്ലത്ത് കോർപ്പറേഷനിൽ CPM-നെ അധികാരത്തിലെത്തിച്ചതും എന്നു വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും പുള്ളിയുടെ ഒരു ശ്രമഫലമായാണ്. പുള്ളി നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതികൾ ഇടപെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിലടച്ചതും ഭക്ഷണപ്പൊതി അദ്ദേഹത്തിന് കഴിക്കാനുള്ളത് DYFI നൽകിയതുമൊക്കെ പുള്ളിയുടെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ്. പുള്ളി ഇതിൽ പറയുന്നത് ഞാനും കണ്ടു. ഇവർ 3 പേരും ഒരു കടയിൽ പോയി കുറേ ചരടുകൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് ആ ചരട് ഒരിടത്തിരുന്ന് വലിക്കുന്നു. ഈ ഞങ്ങളുടെ തീരദേശ പ്രദേശത്തൊക്കെ ഈ വല കെട്ടുന്നത് കാണാറുണ്ട്. ആളുകൾ വീശാൻ പോകുമ്പോൾ ഇങ്ങനെ ചരട് വലിച്ച് അതുപോലെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? അവർ ജനങ്ങൾക്കിടയിൽ സജീവമാകുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കെ.സി. വേണുഗോപാൽ ആ കപ്പയും പുഴുക്കും താഴെ ഇരുന്ന് കഴിച്ചു. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി കുതിരപ്പുറത്ത് തൊപ്പിയൊക്കെ ഇട്ട് ഒരു കോമാളി വേഷത്തിൽ, നമ്മൾ പണ്ട് ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ഈ വീട് പണിയുമ്പോഴും പാടത്തിൻ്റെ നടുവിലുമൊക്കെ കോലം കെട്ടിവെക്കും, കാക്കയും കിളിയും വരാതിരിക്കാൻ. ആ കോലത്തിൽ കുതിരയുടെ പുറത്തിരുന്ന് ഇലക്ഷൻ അനാലിസിസ് നടത്താൻ പോയതും പിന്നെ നമ്മുടെ അർജുൻ വെള്ളത്തിൽ ഡെഡ് ബോഡിയായി കിടക്കുന്ന സമയത്ത് മൺകൂനയുടെ അടിയിൽ ശബ്ദം കേട്ടതും അതുപോലെ അടക്കമുള്ള വ്യത്യസ്തവും വൈവിധ്യങ്ങളുമായ ഒരുപാട് വേഷങ്ങൾ കെട്ടിയാടിയിട്ടുള്ള ആളാണ് സാക്ഷാൽ അരുൺകുമാർ സാറ്. കൂടാതെ നമ്മുടെ ലോറിക്കകത്തുനിന്ന് എന്താ പറയുന്നത് AI ചിത്രീകരണ സഹായത്തോടെ തട്ടുടുത്തുകൊണ്ട് പുറത്തിറങ്ങി ഇപ്പോൾ ഇരിക്കുന്ന മുതലാളിയെക്കുറിച്ച് ഏറ്റവും മോശമായി പറഞ്ഞ നല്ല നാവുകളാണ് ഇദ്ദേഹത്തിൻ്റേത്. പുള്ളിയാണ് കെ.സി. വേണുഗോപാൽ തറയിലിരുന്ന് കപ്പ കഴിച്ചത് കണ്ട് വല്ലാതെ അസ്വസ്ഥനായത്. എൻ്റെ അരുൺകുമാറെ, ഈ ദൃശ്യങ്ങൾ നോക്കൂ. കെ.സി. ഒരുപാട് കാലമായി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ആലപ്പുഴയിൽ വന്ന് ഈ സ്വന്തം ജാതി മത സമവാക്യങ്ങളിലോ അല്ലാതെയോ ഒന്നും ചേരാത്ത ഒരു സ്ഥലത്ത് വന്ന് അവിടെ MLA ആയി, തുടർച്ചയായി പലതവണ MLA ആയി, അത് കഴിഞ്ഞ് പിന്നീട് MP ആയി, അത് കഴിഞ്ഞ് കേന്ദ്രമന്ത്രിയായി, സംസ്ഥാന മന്ത്രിയായി, KSU മുതൽ AICC ജനറൽ സെക്രട്ടറി പദം വരെ ഒരുപോലെ എത്തിച്ചേർന്ന ഒരാൾ പുള്ളി തറയിലിരുന്നും ആളുകളോടൊപ്പം നിന്നും ഒക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അരുൺകുമാറിന് അറിയില്ലേ, ഈ ആലപ്പുഴ പാക്കേജ് എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ടല്ലോ, തൃശ്ശൂരിൽ നടന്നതുപോലെ. അതായത് ആരിഫിനെ നിർത്തുക, ശോഭാ സുരേന്ദ്രനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ പൊളിഞ്ഞത് ഈ കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആലപ്പുഴയിൽ ഇറങ്ങിയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂരിലെ പ്രജാപതി പോലെ ഇവിടെ രാജ്ഞിയായി സാക്ഷാൽ ശോഭാ സുരേന്ദ്രൻ ജി ഉണ്ടാകുമായിരുന്നു. അത് പൊളിച്ചവൻ്റെ പേരാണ് കെ.സി. വേണുഗോപാൽ. കെ.സി. വേണുഗോപാൽ ഇതാ ഇരിക്കുകയും നിൽക്കുകയും ആൾക്കൂട്ടത്തിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന പടമൊന്ന് കണ്ടോളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊരു മേറ്റാണ്. അപ്പൊ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തൊഴിലാളികൾക്ക് കൂലി ആ ദിവസത്തെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്
ഒന്ന് ഞങ്ങൾക്ക് അത് സാങ്കേതികത്വത്തിൽ പട്ടിക പോകുന്നത് അത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മുമ്പ് കാലഘട്ടങ്ങളിലൊക്കെ എല്ലാ മാസവും നമ്മൾ ദിശ മീറ്റിങ്ങിൽ ഇത് റിവ്യൂ ചെയ്ത് ആവശ്യമായ നടപടിയെടുക്കാനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട് ഇതിന് ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യാനും പറയാറുണ്ടായിരുന്നു. എന്തായാലും അതിൽ നമ്മൾ കാര്യമായ ശ്രദ്ധ ചെലുത്തും. അതിനകത്ത് കൂലി യഥാസമയം കിട്ടുക എന്നുള്ളതാണ്. അത് തൊഴിലുറപ്പ് എന്ന് പറയുന്നതാണ് നിയമമാണിത്. ആ നിയമത്തിൻ്റെ അന്തസ്സത്ത് തന്നെ എന്താണ്, തൊഴിലാളി ജോലി ചെയ്തില്ലെങ്കിലും ചെയ്താലും അവർക്ക് കൂലി കിട്ടിയിരിക്കണം എന്നാണ് തൊഴിലുറപ്പ് നിയമത്തിൻ്റെ അന്തസ്സ്. ഞങ്ങൾക്ക് 5-6 പേർക്ക് പിന്നെ കാര്യങ്ങൾ തൊഴിലുറപ്പിന്റെ പറയാനുണ്ട്. പറഞ്ഞോളൂ. കേൾക്കാനാ ഞാൻ വന്നത്. നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനാ വന്നത്. ഞാൻ അങ്ങോട്ട് പറയാനല്ല, നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ. പിന്നെ സാറന്മാർക്ക് രണ്ടിനും സ്വാഗതം. പിന്നെ ഇവിടെ നിൽക്കുന്ന ബാക്കി എല്ലാവർക്കും ഞങ്ങളുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സ്വാഗതം. ഓക്കെ. പിന്നെ ഞങ്ങളെ 4 പേരെ ഞാൻ പറയുന്നത്, പിന്നെ 4 പേരെ പോത്തിടിച്ചായിരുന്നു. ഞങ്ങളുടെ തൊഴിലുറപ്പ് വെച്ച് ആരും ചിരിക്കാനല്ല, കാര്യങ്ങൾ പറയുക. തൊഴിൽ ചെയ്യാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ പോത്തിനെ അങ്ങ് ഒത്തിരി നീളത്തി ഒരു കുളത്തിൻ്റെ അരുവിന് ഇങ്ങനെ കെട്ടിയിരുന്നു. ഞങ്ങൾ അവിടെ ജോലി ചെയ്യാൻ ചെന്നതാണ്. ഫസ്റ്റിൽ എന്നെയാണ് ഓടിച്ചിട്ട് പുറകെ കൂടെ വന്ന് എൻ്റെ പുറത്തിടിച്ച്. അത് കഴിഞ്ഞ് ഞങ്ങളെ 3 പേരെ എല്ലാവരെയും ഇടിച്ച് ഞങ്ങളെ കാറിന് അതിൻ്റെ അപ്പുറത്തൊരാൾ ഒരു പയ്യൻ വന്ന് കാറിനകത്ത് കയറ്റി. കരുനാഗപ്പള്ളി ചെല്ലുന്നതിന് മുമ്പ് മെമ്പർ ഇർഷാദ് മോൻ വന്ന്. അങ്ങനെ ഞങ്ങൾക്ക് 10,000 രൂപ അന്ന് അവിടെ ചിലവായി. എല്ലാവരെയും സ്കാൻ ചെയ്തതും എക്സ്റേ എടുത്തതും മരുന്നും എല്ലാം കൂടെ. അങ്ങനെ ഞങ്ങൾക്ക് അതുകൊണ്ട് ഇതിനകത്ത് വെച്ച് ഏതെങ്കിലും ഒരു ഈ വയ്യാഴിക വന്നാലോ ഇതിനെങ്കിലും ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങൾ കിട്ടിയിരിക്കണം. ഇൻഷുറൻസ് ചെയ്യുകയോ ഏതെങ്കിലും സാർ അത് ചെയ്തിരിക്കണം. നമ്മളിപ്പം നമ്മളെ പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ അറിയാലോ, ഇത് നമ്മൾ ഭരിക്കുമ്പോൾ കൊണ്ടുവന്ന പദ്ധതിയാണ്. ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു പദ്ധതിയായിട്ട് കൊണ്ടുവന്നതാണ്. അതിലൊരു നമ്മളതിന് ഉള്ള പ്രശ്നം ആദ്യം തൊഴിലുറപ്പ് 100 പണി കിട്ടുന്നത് കുറഞ്ഞു, 50 പണിയായി, പിന്നെ 100 പണിയായി, 150 പണി കിട്ടണമെന്നാണ് ഇപ്പം നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രകടന പത്രികയിൽ നമ്മുടെ സർക്കാർ വന്നു കഴിഞ്ഞാൽ 100 പണി എന്നുള്ളത് 150 പണിയാക്കി മാറ്റുന്നുള്ളത്, കൂലി ഇപ്പോഴുള്ള കൂലി ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. ഇതിനകത്തുള്ള മറ്റൊരു കാര്യമാണ് ഇപ്പം അമ്മ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്തും സംഭവിച്ചാൽ ഇതുപോലെ ചിലർ പാമ്പ് കടിക്കാറുണ്ട്, ചിലർക്ക് മറ്റുള്ളവർക്ക് ആക്സിഡന്റ് പറ്റാറുണ്ട്. ഇങ്ങനെ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനവർക്ക് ഒരു നഷ്ടപരിഹാരവും കാര്യങ്ങളും അവരുടെ ചികിത്സാ കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല. ഇത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഈ പദ്ധതികളെല്ലാം ഇൻഷുർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങളെ സംഭവിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആരോഗ്യപരമായി എന്ത് സംഭവിച്ചാലും അതിൻ്റെ ചികിത്സ സമ്പൂർണ്ണമായി സൗജന്യമാക്കുന്നതിനുള്ള പദ്ധതിയും ഞങ്ങൾ പ്രകടന പദ്ധതി പറയുന്നുണ്ട്. ഞങ്ങൾ നടപ്പിലാക്കാൻ ഈ പദ്ധതി ഞങ്ങൾ സത്യത്തിൽ നമ്മുടെ കുഞ്ഞാണ്. നമ്മളെ കുഞ്ഞിനെ ഇപ്പോൾ ഇടയ്ക്ക് മര്യാദയ്ക്ക് പരിപാലിക്കുന്നില്ല എന്നുള്ളൊരു ഇതാണ്. പരിപാലിച്ചിരിക്കും. അത് കൃത്യമായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടില്ലേ, ഇതൊക്കെ കെ സി വേണുഗോപാലാണ്. പുള്ളി ഡൽഹിയിൽ നിന്ന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ സഹായത്തോടെ ഈ സംസ്ഥാനത്തെ ഇലക്ഷൻ പ്രചരണങ്ങൾക്കും അത്തരം കാര്യങ്ങൾക്കും എല്ലാം ബന്ധപ്പെടും. കേരളത്തിൽ നിന്നുള്ള MP ആണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി വയനാട് സന്ദർശിച്ചത്. വയനാട്ടിലെ വികസന പ്രവർത്തനങ്ങളും ടൂറിസം മേഖലയുടെയും ഒക്കെ സംഗതികളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ അടക്കം നിരവധിയായ സംഗതികൾ. വേണമെങ്കിൽ പുള്ളിയെ കാണാൻ, പുള്ളി എത്രത്തോളം ഗ്രൗണ്ടിൽ ഇറങ്ങും എന്നുള്ളത് അറിയണമെങ്കിൽ ഈ അരുൺകുമാർ അടുത്ത പ്രാവശ്യം കഴുതയുടെ പുറത്ത് പോകുമ്പോൾ, ഇനി കുതിരയുടെ പുറത്ത് പോകരുത്, കഴുതയുടെ പുറത്ത് പോകുമ്പോൾ ആലപ്പുഴ ടൗണിലെ എന്താ പറയുന്നത്, അതിൻ്റെ നടുവിലൂടെ ഒഴുകുന്ന ഒരു മാൻമെയ്ഡ് കനാലുണ്ട്. ആ കനാലിൻ്റെ ഇരുവശങ്ങളിലും നോക്കണം. ഇപ്പോൾ അതെല്ലാം കാട് പിടിച്ച് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. അവിടെ വാക്ക് വേ നിർമ്മിച്ച് ലൈറ്റ് കത്തിച്ച് ആ നഗരത്തെ മനോഹരമാക്കി ആളുകൾ പ്രഭാത നടത്തത്തിന് ഇറങ്ങിയിരുന്ന ഒരു മനോഹരമായ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയവൻ്റെ പേരാണ് അന്നത്തെ കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയവൻ്റെ പേരാണ് കെ സി വേണുഗോപാൽ. പിന്നെ VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ജനങ്ങളുടെ ഇടയിൽ തന്നെ നിൽക്കുന്നവരാ. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് അല്ലാതായിട്ടും കഴിഞ്ഞ 5 വർഷക്കാലം കേരളം മുഴുവൻ സഞ്ചരിക്കുകയും കേരളത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അഴിമതി ആരോപണങ്ങൾ അടക്കം നിരവധിയായ സംഗതികൾ
പുറത്തു കൊണ്ടുവരികയും ചെയ്ത നേതാവിൻ്റെ പേരാണ് രമേശ് ചെന്നിത്തല. ഏറ്റവും ഒടുവിൽ കണ്ടില്ലേ, SIT വിളിച്ച് മൊഴിയെടുപ്പിച്ച പഞ്ചലോക വിഗ്രഹ തട്ടിപ്പിൻ്റെ ആ കാര്യങ്ങൾ പോലും ചെയ്യാൻ മുന്നിൽ നിന്ന, സമുദ്ര ഖനന കരാർ അടക്കം റദ്ദാക്കിച്ച, ഒരുപാട് കാര്യങ്ങളിൽ അഴിമതി നിറഞ്ഞ കരാറുകളിൽ ടേൺ അടുപ്പിച്ച നേതാവിൻ്റെ പേരാണ് രമേശ് ചെന്നിത്തല. ഇപ്പോഴും കേരളത്തിലെ എല്ലാ ബൂത്തുകളിലും ഒരു പേരെടുത്തൊരാളിനെ വിളിക്കാൻ കുറഞ്ഞതൊരു 10 പേരെയെങ്കിലും പേരെടുത്തറിയാവുന്ന നേതാക്കളിൽ ഒരാളാണ് ആര്? രമേശ് ചെന്നിത്തല. VD സതീശൻ നല്ല പ്രതിപക്ഷ നേതാക്കളിൽ നല്ല വായനക്കാരനായ, നിയമസഭയ്ക്കകത്തും പുറത്തും വളരെ കൃത്യമായി പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന കരുത്തും കാമ്പുമുള്ള ആളാണ് VD സതീശൻ. പറവൂർ പോലൊരു ഉറച്ച ഇടതുപക്ഷ മണ്ഡലത്തിൽ മത്സരിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നീട് ഒരിക്കൽ പോലും എതിരാളികൾ ജയിച്ചിട്ടില്ലാത്ത വിധം തിളങ്ങുന്ന വിജയം നേടി നിറഞ്ഞു നിൽക്കുന്ന ആളാണ് അരുൺകുമാർ VD സതീശൻ. അപ്പോൾ ഇവരൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ ജനങ്ങളോടൊപ്പം നിരവധിയായ വർഷങ്ങളായി പ്രവർത്തിക്കുന്നവരാണ്. മുഖ്യമന്ത്രി ഒരു പാർട്ടിക്ക് അധികാരം കിട്ടിക്കഴിയുമ്പോൾ അതിനെ ആര് നയിച്ചു, ആരെടുത്തു എന്നതിനൊക്കെ അപ്പുറം അതിനകത്ത് അന്നേരം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. VS നയിച്ച തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സഖാവ് മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടില്ലേ? അത് പാർട്ടിയുടെ നിലപാടാണ്. ഇനി ചിലപ്പോൾ പിണറായി വിജയൻ സഖാവ് നയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വേറൊരാൾ മുഖ്യമന്ത്രിയായി വരില്ലേ? അതും പാർട്ടിയുടെ തീരുമാനമാണ്. ഇനി ഒന്നും പ്രവർത്തിക്കാതെ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ നയനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നിട്ടില്ലേ? അതൊക്കെ അവരുടെ പാർട്ടി തീരുമാനിക്കും, ജയിക്കുന്ന പാർട്ടി. അതുകൊണ്ട് റോഷി പാലും അരുൺകുമാറും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കനൽ വാരി അവരവരുടെ ആസനത്തിലിട്ട് ആ പൊള്ളുന്ന സുഖം അനുഭവിച്ച് സായുജ്യമടയുകയേ നിർവാഹമുള്ളൂ. കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കും. മുറ പോലെ നടക്കട്ടെ.